ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ 1968 നടന്ന സൈനിക വിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന്റെ ഭൗതികദേഹം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെത്തിച്ചു. ഭൗതികദേഹം നാളെ രാവിലെ വിലാപയാത്രയായി സ്വദേശമായ പത്തനംതിട്ട നിലമ്പൂരിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിലിനൊടുവിൽ ലഭ്യമായിട്ടുള്ള ഹിമാചൽ റോത്തങ്ങിൽ നിന്നും ലഭിച്ചിട്ടുള്ള പത്തനംതിട്ട സ്വദേശി കൂടിയായ തോമസ് ചെറിയാന്റെ ഭൗതികദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ഭൗതികദേഹം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് ഏറ്റുവാങ്ങി. ഒപ്പം തന്നെ സൈനിക ബഹുമതികളോടുകൂടി ആ ഭൗതികദേഹം ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു. കുടുംബത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ തോമസ് എത്തുകയും ചെയ്തു. വളരെ വിങ്ങലോടുകൂടിയാണ് അദ്ദേഹം ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും അദ്ദേഹം അത് കണ്ടു നിൽക്കുകയും ഒക്കെ തന്നെ ചെയ്തു. എന്തായാലും ഇപ്പോൾ ഭൗതികദേഹം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ മിലിറ്ററി ആശുപത്രി മോർച്ചറിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മാറ്റിയിട്ടുമുണ്ട്. നാളെ രാവിലെയോടുകൂടിയാണ്, ഔദ്യോഗികമായ സമയം സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും നാളെ രാവിലെയോടുകൂടി തന്നെ ഭൗതികദേഹം ഇവിടെ നിന്നും പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നും പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഔദ്യോഗികമായി വിലാപയാത്രയായി പത്തനംതിട്ട ഇലന്തൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീടിന് സമീപത്ത് ഇലന്തൂരിൽ അദ്ദേഹത്തിനായി പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിക്കും. വീട്ടിൽ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും മതപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ച് പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുപോവുകയും പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഭൗതികദേഹം സംസ്കരിക്കുകയും ചെയ്തു. പക്ഷെ 56 വർഷം നീണ്ടുനിന്ന കാത്തിരിപ്പിന് പക്ഷെ ആശ്വാസത്തിന്റെയും ഒപ്പം തന്നെ സങ്കടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കൂടിയാണ് തോമസ് ചെറിയാന്റെ കുടുംബം കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ മാതാവ് 25 വർഷങ്ങൾക്ക് മുൻപും പിതാവ് തോമസ് 35 വർഷങ്ങൾക്ക് മുൻപും മരണപ്പെട്ടിരുന്നു. 5 സഹോദരങ്ങൾ അല്ലെങ്കിൽ 5 മക്കളായിരുന്നു. അതിൽ രണ്ടാമത്തെ ാണ് തോമസ് ചെറിയാൻ. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ തോമസ് വർഗീസിന്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് തോമസ് ചെറിയാൻ സൈന്യത്തിലേക്ക് പോവുകയും തന്നെ ജീവിതത്തിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തത്. എന്തായാലും ആ ഒരു യാത്ര സൈന്യത്തിന് പൂർണ്ണമായും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന വിമാനമാണ്, സൈന്യത്തിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെടുകയും 109 പേരടങ്ങുന്ന ആ വിമാനം പിന്നീട് അപകടത്തിൽപ്പെട്ട് പലരുടെയും ഭൗതികദേഹങ്ങൾ കിട്ടിയിരുന്നു. പിന്നീട് തെരച്ചിൽ തുടരുകയായിരുന്നു. അങ്ങനെ നീണ്ട 56 വർഷങ്ങൾ നീണ്ട തിരച്ചിൽ സൈന്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമാനതകളില്ലാത്ത തിരച്ചിൽ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ പുത്രന്മാർക്ക് വേണ്ടി കരസേന നടത്തി. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ 4 ഭൗതികദേഹങ്ങൾ കൂടി ഹിമാചലിൽ നിന്ന് ലഭിച്ചത്. 1800 അടി ഉയരമുള്ള മഞ്ഞുമലയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ലഭ്യമായത്. അവിടെ നിന്നും അത് മോർച്ചറിയിലേക്കും ആശുപത്രിയിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൈന്യം നേരിടുകയും ചെയ്തത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഡൽഹിയിൽ അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള സൈന്യത്തിന്റെ ബഹുമതികളും നൽകി തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഭൗതികദേഹം എത്തിക്കാനുള്ള നടപടികൾ സൈന്യം സ്വീകരിക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെയോട് കൂടി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിക്കുകയും അതിനുശേഷം ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലേക്ക് അവിടുത്തെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. നാളെ രാവിലെ ആയിരിക്കും ഭൗതികദേഹം തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുക. ശാലിനി, അതുപോലെ തന്നെ വിലാപയാത്രയോടുകൂടി വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുള്ള ക്രമീകരണങ്ങൾ എത്രത്തോളമാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ? ഭൗതികദേഹം ഇപ്പോൾ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ മോർച്ചറിയിലാണ് ഉള്ളത്. ഇവിടെ നാളെ രാവിലെ ഭൗതികദേഹത്തിന് ഔദ്യോഗിക ബഹുമതികൾ അല്ലെങ്കിൽ അത് എല്ലാ രീതിയിലും സൈന്യത്തിന്റെ ബഹുമതികളോടുകൂടി വിലാപയാത്രയായി തുറന്ന വാഹനത്തിലായിരിക്കും തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുക. നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ 7 മണിയോട് കൂടി ഇവിടെ നിന്നും ആ ഒരു വിലാപയാത്ര സൈന്യത്തിന് പുറപ്പെടുമെന്നുള്ളതാണ്. അതിനുശേഷം പത്തനംതിട്ട ഇലന്തൂരിലെ അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കുമുണ്ട്. പക്ഷെ 56 വർഷങ്ങൾക്ക് മുൻപ് 22ാം വയസ്സിൽ അദ്ദേഹം ഇവിടെ നിന്ന് പോയപ്പോൾ മുതലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളുണ്ട്, 4 സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങൾക്കൊക്കെ കാണാനും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ കാണാനും ഒക്കെയായി നാട്ടിൽ പൊതുദർശനം ഒരുക്കുന്നുണ്ട്. അതിനുശേഷം ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ പൊതുദർശനവും മതപരമായ ചടങ്ങുകളും ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷം തന്നെയാണ് ഇലന്തൂരിലെ അവരുടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുക. പള്ളിയിലാണ് ബാക്കി സംസ്കാര ചടങ്ങുകൾ നടക്കുക. പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിലോ വെച്ച് ഔദ്യോഗിക ബഹുമതികൾ
സൈന്യം നൽകുകയും ചെയ്യും. എന്തായാലും ഒരു രീതിയിലും നാടിന് അദ്ദേഹത്തിന്റെ ജീവനോടെ കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ 56 വർഷം നീണ്ട ഒരു നാടിന്റെയും ഒരു കുടുംബത്തിന്റെയും കാത്തിരിപ്പ് കൂടിയാണ് അവസാനിച്ചിട്ടുള്ളത്. ആ അവസാന യാത്രയ്ക്കായി അദ്ദേഹത്തിന്റെ അവസാന യാത്രയ്ക്കായി നാട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവസാനമായി കാണാൻ കുടുംബവും കാത്തിരിക്കുകയാണ്. നാളെ രാവിലെയോടുകൂടി വിലാപയാത്ര പാങ്ങോട് നിന്നും ആരംഭിക്കും. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ 1968 നടന്ന സൈനിക വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന്റെ ഭൗതികദേഹം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ എത്തിച്ചു. ഭൗതികദേഹം നാളെ രാവിലെ വിലാപയാത്രയിൽ സ്വദേശമായ പത്തനംതിട്ട ഇലന്തൂരിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.